ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കുറച്ച് ഇംപ്ലിക്കേഷൻസും പിന്നെ രണ്ട് മൂന്ന് പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രൂഫും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇലക്ട്രിക് ഫീൽഡിന് ഇത്രയും നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ലെറ്റ്സ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചാർജ് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഒരു പ്ലസ് ക്യൂ ചാർജാണ് വെക്കുന്നതെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അത് മൂവ് ചെയ്യും. അതായത് ഇതിലേക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചില്ലേ, അതായത് ഇങ്ങനെ ഈക്വലി സ്പേസ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ലെറ്റ്സ് ഞാൻ ചില സ്ഥലങ്ങളിൽ ലൈൻസ് ക്ലോസറായി വരച്ചു, പിന്നെ കുറച്ച് അകന്ന് വരച്ചു, പിന്നെ ഞാൻ അടുത്ത് വരച്ചു. ഈ ഒരു കേസിനകത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ കുറച്ചുകൂടി ഡെൻസറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഡെൻസറാണെന്ന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ മോർ പവർഫുൾ, അതായത് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇത് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭയങ്കര സ്പീഡിലത് മൂവ് ചെയ്യും, അതായത് അത് ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിനകത്ത് ഇവിടെ നോക്ക്, ഈ ഒരു സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്പേസിങ് വളരെ കൂടുതലാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറവാണ് അവിടെ. ഓക്കെ, അതായത് അവിടെ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പയർഡ് ടു ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, സോ സ്പേസിംഗ് എന്ന് പറയുന്ന ഐഡിയ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ക്യൂ ചാർജ് ഉണ്ട്, അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് അകന്ന് പോകും തോറും നോക്ക് ഇതിൻ്റെ സ്പേസിങ് കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഒരു ചാർജിൻ്റെ നമ്മൾ അകന്ന് പോവുകയാണെങ്കിൽ, ഒരു ചാർജിൽ നിന്ന് അകന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വീക്കർ ആയിരിക്കും, അതായത് അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് വീക്കർ ആയിരിക്കും. മാഗ്നറ്റിൻ്റെ കേസ് തന്നെ എടുത്താൽ മതി. മാഗ്നറ്റ്സ് നിങ്ങൾ അടുത്ത് വെക്കുന്ന സമയത്ത് മാത്രമേ അതിലുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കുള്ളൂ. ഇപ്പോൾ അകന്ന് പോകും തോറും, ഇപ്പോൾ നിങ്ങൾ കുറേ അകലെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ സ്പേസിങ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്പേസ് കൺസിഡർ ചെയ്തു, പിന്നെ ഈ ഒരു സ്പേസ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ രണ്ട് സ്പേസിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഇവിടെ നോക്കി ഇവിടെ സ്പേസിങ് ഇത്രയാണ്, ഇവിടെ സ്പേസിങ് ഇത്രയാണ്. ഓക്കെ, സോ ഈ ഒരു സ്പേസിൽ ഈ ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും കമ്പയർഡ് ടു ഈ സ്പേസ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലോസ് സർക്കിൾ ഇത്ര അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്ക് സ്പേസിങ് വളരെ കുറവാണ് ആക്ച്വലി. ഈ ഭാഗത്ത് പിന്നെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഡെൻസറാണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൂടുതലാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു 1 Coulomb ഓഫ് ചാർജ് എടുക്കുക. ഒരു 1 Coulomb ഓഫ് ചാർജ് എടുത്തിട്ട് അവിടെ വെക്കുക. 1 Coulomb ഓഫ് ചാർജ് എടുത്ത് അവിടെ വെക്കുന്ന സമയത്ത് അതിൽ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്തു അതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്തു അതാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇത്രയും ഐഡിയാസ് മാത്രം മതി നമുക്കിനി നെക്സ്റ്റ് പ്രൂഫിലേക്ക് പോകാനായിട്ട്. ഞാൻ ആ പ്രൂഫ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡൈപോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈപോൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ ഡൈപോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡൈപോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണെന്നുള്ളത്? ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ആൻഡ് ഇത് തമ്മിലുള്ളൊരു സെപ്പറേഷൻ ഉണ്ട്. അതാണ് ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തേക്കാണ് ടു എ ഡിസ്റ്റൻസ് d. ഈ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ ഇതാണ് ഐഡിയ. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഒരു രണ്ട് രീതിയിലുള്ള, അതായത് ഇത് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇത് ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റ് P, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും.
പിന്നെ ഈ ഒരു പോയിന്റ്, അതായത് ഇതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് മുകളിലുള്ള ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കും. അപ്പോൾ ഈ ലൊക്കേഷനെ പറയുന്ന പേരാണ് ആക്സിയൽ ലൊക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ പറയുന്ന പേരാണ് ഇക്വട്ടോറിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വട്ടോറിയൽ ലൊക്കേഷൻ. സോ ആക്സിയൽ ലൊക്കേഷനും ഇക്വട്ടോറിയൽ ലൊക്കേഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂസാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ആക്സിയൽ ലൊക്കേഷനിലുള്ള കേസ് ചെയ്യാം. ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ ഇതുവരെയായിട്ട് പഠിച്ച ഐഡിയാസ് മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഐഡിയ ആ ഒരു പർട്ടിക്കുലർ കേസ് മാത്രം ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം കുളംസ് ലോ. നമ്മൾ എന്താ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 1 കുളംബ് ഓഫ് ചാർജിൽ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ഒരു ഇമാജിനറി 1 കുളംബ് ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, അത്രയും മാത്രമേ കണ്ടുപിടിച്ചാൽ മതി. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ഫോഴ്സ് നമുക്ക് എല്ലാ ഭാഗത്തും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മളെപ്പോഴും ഒരു ചാർജ് വെച്ചാൽ മാത്രമേ ഫോഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഇമാജിനറി 1 കുളംബ് ഓഫ് ചാർജ് ഈ സ്പേസിലെല്ലാം ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫീൽഡാണ്, ഏതൊരു പോയിൻറ്റിങ് സ്പേസ് അറൗണ്ട് എ ചാർജ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളെല്ലാ പ്രൂഫും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം വേണം, പ്രോപ്പറായിട്ടുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ആക്സിയൽ ലൊക്കേഷൻ്റെ പ്രൂഫ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പം നമുക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഇപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഈ കോർഡിനേറ്റ് സിസ്റ്റം, അതിനകത്ത് ഇതാണ് നമ്മുടെ ഒറിജിൻ 0. ഓക്കെ, ഞാൻ ഇവിടെ -q ചാർജ് വെക്കുന്നു, -q ചാർജ്. ആൻഡ് ഞാൻ പറഞ്ഞു -q + q സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്. ഇവിടെയാണ് +q ചാർജ് വെക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് A0 ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് -A0 ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ടോട്ടൽ സെപ്പറേഷൻ എത്രയാണ് നിങ്ങൾ നോക്ക്. ഇവിടെ A0 ആണ്, സോ A ഫ്രം ദ ഒറിജിൻ. ഇവിടെ -A0 ആണ്, സോ എഗെയിൻ A ഫ്രം ദ ഒറിജിൻ. സോ ഓവറോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ് വരിക? 2A ആയിരിക്കും. അതെപ്പോഴും ഓർത്തിരിക്കുക. നമ്മളൊരു കൺവെൻഷനിൽ എടുത്തേക്കും, നിങ്ങൾക്ക് A/2 എന്നൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല ആക്ച്വലി. ബട്ട് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും വർക്കൗട്ട് ചെയ്യാനായിട്ട്. ആൻഡ് എഗെയിൻ ഫസ്റ്റ് കാര്യം, നമ്മൾ ആക്സിയൽ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് P ആണ്. ഈ P എന്ന് പറയുന്ന പോയിന്റ് അറ്റ് x0, ഒരു x എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആക്കി എടുത്താൽ മതി. ഓക്കെ, x എന്ന് പറയുന്നത് നമ്മുടെ A മുതൽ എങ്ങനെ ഏത് വാല്യൂസ് വേണമെങ്കിലും എക്സിന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ് P. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P, നിങ്ങൾ നോക്ക്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q ചാർജ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P, അതായത് ഈ പോയിന്റിലുള്ള ഇതാണ് P എന്ന് പറഞ്ഞ പോയിന്റ്. അറ്റ് പോയിന്റ് P നിങ്ങൾ നോക്ക്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് എഴുതിയേക്കാണ് ഫോർ ഈസിയർ, നിങ്ങൾക്ക് ഒരു കൺവീനിയൻ്റ് ആയി കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ചുകൂടെ നന്നായിട്ട്. അപ്പോൾ മേ ബി ആ പിക്ചറിൽ തന്നെ നിന്നോട്ടെ. ഞാൻ ഇവിടെ താഴത്തും ചെയ്യുന്നതായിരിക്കും, സോ അത് നിങ്ങൾക്ക് ഒരു എളുപ്പത്തിനായിരിക്കും. ഓക്കെ, അറ്റ് പോയിന്റ് Pയിൽ ഇലക്ട്രിക് ഫീൽഡ് ആരൊക്കെ കൂടിയാണ് ഉണ്ടാവുക? +q ഉണ്ടാവും, -q ഉണ്ടാവും. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P എന്ന് പറയുന്നത് E+q ആണ്. ഓക്കെ, അത് 1 കുളംബ് ഓഫ് ചാർജ്, ഇത്രയും നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. ഒരു 1 കുളംബ് ഓഫ് ചാർജ് പോയിന്റ് Pയിൽ വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? +q ചാർജ് അതിനെ റിപ്പൽ ചെയ്യും, 2 പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും. സോ ആ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q. നമുക്ക് 2 ചാർജസേ ഉള്ളൂ, +q ഉണ്ട്, -q ഉണ്ട്. ഇപ്പോൾ ഞാൻ 1 കുളംബ് ഓഫ് ചാർജ് ഇവിടെ വെച്ച സമയത്ത് +q എന്ത് ചെയ്തു? അതിനെ റിപ്പൽ ചെയ്തു. -q എന്ത് ചെയ്തു? അതിനെ അട്രാക്റ്റ് ചെയ്യത്തില്ലേ? പോസിറ്റീവ് നെഗറ്റീവ് എന്തായിരിക്കും? അട്രാക്റ്റ് ചെയ്യും. സോ അതിനെ ഇങ്ങോട്ടത്തേക്ക്, ഇതാണ് E-q. ഓക്കെ, സോ അറ്റ് പോയിന്റ് P 2 കാര്യങ്ങൾ നടക്കുന്നത്. +q എന്ന് പറയുന്നത് അതിനെ റിപ്പൽ ചെയ്യും ആ ഡയറക്ഷനിൽ. E-q എന്ന് പറയുന്നത് അതിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിനെ നമ്മൾ വെക്ടോറിയൽ ഫോമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് i cap ഡയറക്ഷനാണ്.
ഓക്കെ, ഐ ക്യാപ് ഡിറക്ഷനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മൈനസ് ഐ ക്യാപ് ഡിറക്ഷനാണ്. നമ്മൾ പണ്ട് 11th ക്ലാസ്സിൽ പഠിച്ച കേസ് തന്നെ. സോ നമുക്കറിയാം ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ഐ ക്യാപ് ഡിറക്ഷനിലാണ്, ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത് മൈനസ് ഐ ക്യാപ് ഡിറക്ഷനിലാണ്. നിങ്ങൾ ഡയറക്ഷണൽ ആസ്പെക്റ്റും കൂടെ വെക്കണം, കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, സോ ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഐ ക്യാപ് ഡിറക്ഷനിലാണ്, ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത് മൈനസ് ഐ ക്യാപ് ഡിറക്ഷനിലാണ്. സോ നമുക്ക് രണ്ടും എഴുതാൻ പറ്റും. സോ ഈ പ്ലസ് ക്യൂ നമുക്ക് എഴുതാം, ഈ പ്ലസ് ക്യൂ അത് ഇങ്ങനെ വെക്റ്റർ ഫോമിൽ തന്നെ എഴുതാം നമുക്ക്. അതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫസ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/4πε0. ഇനി ആരുടെയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്? പ്ലസ് ക്യൂവിൻ്റെയാണ് ആദ്യം എഴുതുന്നത്. സോ ക്യൂ ഉണ്ട്, ക്യൂ ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, അതായത് പോയിന്റ് പി ടു പോയിന്റ് പ്ലസ് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് മൊത്തത്തിൽ എത്രയാണ്? എക്സ് ആണ്. ഇത് മൊത്തത്തിൽ എക്സ് ആണ്, ഇത് എ ആണ്. അപ്പോൾ ഇത് എ ആണ്, ഇത് മൊത്തത്തിൽ എക്സും ആണ്. സോ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് എക്സ് മൈനസ് എ അല്ലേ? നിങ്ങളൊന്ന് നോക്കി എക്സ് മൈനസ് എ ആണ്. അതായത് ഇത്രയും എക്സ് ആണ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ എക്സ് ആണ്. എക്സ് മൈനസ് ഈ കേസ് മൈനസ് എ ആണ് ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഒരു കേസിനകത്ത്. സോ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നമുക്ക് ചെയ്യാനായിട്ട്? ഞാൻ ആ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഐ ക്യാപ് ഡയറക്ഷനിലാണ്. സോ അതും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും ഐ ക്യാപ് ഡയറക്ഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ആണ്. ഈ ക്യൂവും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞത് ഇത്രയും ഡിസ്റ്റൻസ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? എക്സ് ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? എ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് എ ആയിരിക്കും. മനസ്സിലായല്ലോ? അതെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ആയിരിക്കും. അതുകൊണ്ട് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. ഓക്കെ, സോ അത് ക്ലിയറിൽ നിങ്ങൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കും ഈ ഒരു കേസിനകത്ത്. സോ നമ്മൾ ഈ മൈനസ് ക്യൂ എഴുതാൻ പോവുകയാണ്. സോ ഈ മൈനസ് ക്യൂ അതെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എല്ലാം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. 1/4πε0. ഓക്കെ, ക്യൂ ഇതിൻ്റെ കേസിനകത്ത് നമ്മൾ മൈനസ് ക്യൂ ആണ്, അതായത് ഡയറക്ഷണൽ ആസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. കാരണം ഇങ്ങോട്ടത്തേക്കാണത് അട്രാക്റ്റഡ് ആവുന്നത്. അവിടെ ഒരു 1 coulomb ഓഫ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടത്തേക്കായിരിക്കും അത് അട്രാക്റ്റഡ് ആവുക. സോ ഇതിന് മൈനസ് സൈൻ ഉണ്ടാവും. ക്യൂ ബൈ നമുക്കിനി നോക്കാം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ്. സോ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇത്രയാണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, അതായത് ഇത്രയും ടോട്ടൽ. സോ ഇത്രയും ടോട്ടൽ എത്രയാണ്? ഇത്രയും ടോട്ടൽ എക്സ്, അതിൻ്റെ കൂടെ അനദർ എയും കൂടെ പോകുന്നുണ്ട്. സോ എക്സ് പ്ലസ് എ ആവില്ല. സോ എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ആൻഡ് ഇതെല്ലാം നെഗറ്റീവ് ഐ ക്യാപ് ഡയറക്ഷനിലാണ്. സോ ഐ ക്യാപ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവ് ഐ ക്യാപ് ഡയറക്ഷനിൽ അത് ഇങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടെ സം, അതായത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി, അതാണല്ലോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. ഓക്കെ, ഇത്രയും. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പ്ലസ് ക്യൂവിന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ആദ്യം ഒന്ന് എഴുതാം. സോ നിങ്ങൾ എന്നിട്ട് കോമൺ ടേംസ്, ആക്ച്വലി നിങ്ങൾക്ക് കോമൺ ടേംസ് നിങ്ങൾ ഇവിടെ നിന്ന് പോസ് ചെയ്തിട്ട് കോമൺ ടേംസ് എല്ലാം എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കി. അപ്പോൾ കോമൺ ടേംസ് എന്തൊക്കെയുണ്ട്? 1/4πε0, 1/4πε0 ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്, ഐ ക്യാപ്പും ഉണ്ട് കോമൺ ഇതായിട്ട്. ബാക്കി മാത്രം ഒന്ന് എഴുതി നോക്ക്. അപ്പോൾ ഞാൻ എന്തായാലും അത് എഴുതാം. ഈ സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് ഒന്നുകൂടെ എഴുതാം, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ 1/4πε0 ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ, അതത് ഐ ക്യാപ്പ്. ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇവിടെ ഇതാണ് ഈ മൈനസ് ടേം, ഇവിടെ മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ മൈനസ് ഓഫ് 1/4πε0 ക്യൂ ബൈ എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഐ ക്യാപ്പ്. ഇത്രയും വന്നു. ഓക്കെ, ഇനി ജസ്റ്റ് കോമൺ ടേംസ് എല്ലാം നമ്മൾ പുറത്തെടുക്കുകയാണ്. സോ കോമൺ ടേംസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഉണ്ട്? ക്യൂ ഉണ്ട്. സോ ക്യൂ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടല്ലോ 2 ക്യൂ ഉണ്ട്. 4πε ക്യൂ ഐ ക്യാപ്പ് എടുക്കാൻ പറ്റും, കാരണം ഐ ക്യാപ്പും കോമൺ ആണ്. ഓക്കെ, ബൈ 4πε0
എപ്സിലോൺ നോട്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും കോമൺ ടേംസ് ഉണ്ടോ? നിങ്ങൾ നോക്കി നോക്കുക. ഇല്ലല്ലോ. ഇനി ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് എഴുതാം. 1/(x-a) മൈനസ് ഈ പ്ലസും മൈനസും കൂടെ മൈനസായി പ്ലസ് x+a². ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂഷ്വൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. സോ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം ഫ്രാക്ഷൻസ് ഒക്കെ. സോ Q(i)/4πε0. ഓക്കെ, നമ്മൾ x+a ഇത് നോക്കി, ഇതല്ല ഈ ടേം x+a² മൈനസ് x-a² ഹോൾ ഡിവൈഡഡ് ബൈ x-a² മൾട്ടിപ്ലൈഡ് ബൈ x+a². ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും. ഇനി ഇത് ജസ്റ്റ് ഡയറക്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് എക്സ്പാൻഡ് ചെയ്യുക ഒരു ടേം മൊത്തത്തിൽ. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടത്തേക്ക് എഴുതാം കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ Q(i)/4πε0. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇതെന്താ a+b² ഫോമിലാണ്. a+b² എന്താ a² + 2ab + b². ഓക്കെ, ഞാൻ എഴുതാം ആ രീതിയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. സോ x² + a² + 2xa. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടേമിൻ്റെ എക്സ്പാൻഷൻ. മൈനസ് ഇത് x² + a² - 2xa എന്ന് കിട്ടും. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഇതിനെ ഞാൻ ഒരു കോമൺ രീതിയിൽ എഴുതുകയാണ്. ഇതെന്ന് പറഞ്ഞത് x+a × x-a². അതായത് ഈ രണ്ടിൻ്റെ സ്ക്വയർ ഞാൻ ഹോൾ സ്ക്വയർ ആക്കി എഴുതി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് കുറേ എണ്ണം ക്യാൻസൽ ആയിപ്പോൾ. നിങ്ങൾക്ക് നോക്ക്, x² -x² ക്യാൻസൽ ആവും. ഓക്കെ, ഈ നെഗറ്റീവ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് -a² ആവും. സോ a² -a² ക്യാൻസൽ ആവും. പക്ഷേ 2xa + 2xa ഇത് മൈനസ് ആണ്, അപ്പോൾ പ്ലസ് ആവും. +2xa കൂടെ ആഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇത് ഞാൻ ഇങ്ങോട്ടത്തേക്ക് എഴുതാം. സോ ഇത് ഇങ്ങോട്ടത്തേക്ക് എഴുതുന്ന സമയത്ത് Q(i)/4πε0. സോ നമുക്ക് ക്യാൻസൽ ആക്കിയ ടേംസ് അപ്പോൾ ബാക്കിയുള്ള ഏതൊക്കെയാണ്? 2xa + 2xa അതെന്ന് പറയുന്നത് 4xa ഹോൾ ഡിവൈഡഡ് ബൈ ഇതെന്താ കിട്ടുക? x+a × x-a² അതെന്ന് പറയുന്നത് x+a × x-a എന്താ? a + b × a - b² - b² ആണ്. ഇങ്ങനത്തെ റിസൾട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അതെന്ന് പറയുന്നത് x² - a² എന്ന് വരും. ഓക്കെ, അത്രയും കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. ഇനി ഞാൻ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ബി. എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി കുറച്ച് ഇംപ്ലിക്കേഷൻസ് മാത്രമാണ്. ഇംപ്ലിക്കേഷൻ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആ ടേമിൻ്റെ പേരാണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയും. സോ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയും. ഓക്കെ, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇതിനെ നമ്മൾ പി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, ക്യാപിറ്റൽ പി. ഓക്കെ, പി ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതും കൂടെ ഓർക്കുക. ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് Q × 2a അതാണ് നമ്മുടെ ഡൈപോൾ മൊമെൻ്റ്. Q × 2a എന്ന് പറയുന്നതാണ് ഡൈപോൾ മൊമെൻ്റ്. അതായത് ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, അതാണ് ഡൈപോൾ മൊമെൻ്റ്. അപ്പോൾ ആ കേസിനകത്ത് ഇപ്പോൾ ഈ Q ഇവിടെ ഉണ്ട്, നമുക്ക് ഇതിൽ നിന്ന് 2a എന്നുള്ള ഒരു ടേം ആക്കി എഴുതാൻ പറ്റും. സോ ഇതെന്ന് പറയുന്നത് ഇത് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ നമുക്ക് 1/4πε0. സോ 2 മൾട്ടിപ്ലൈഡ് ബൈ Q മൾട്ടിപ്ലൈഡ് ബൈ 2a ഇൻറ്റു ദെൻ ഇവിടെ എന്താ വരിക? എക്സ് ബാക്കിയുണ്ട്, ഡിവൈഡഡ് ബൈ x² + a² എന്ന് കിട്ടി. ഓക്കെ, സോ ഇത്രയും നമ്മൾ എഴുതുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
ഇതിനെ നമുക്ക് 1/4πε0 ക്യൂ, അതായത് ക്യൂ ഇൻറ്റു 2a എന്ന് പറയുന്നത് എന്താവും? ഇവിടെ ഐ ക്യാപ്പ് ഉണ്ട്, അത് നിങ്ങൾ വിട്ടുപോരുത്. ഈ കേസിനകത്ത് ഐ ക്യാപ്പ് ഇവിടെ തന്നെ ഉണ്ട്. സോ ഐ ക്യാപ്പ് ഇവിടെ ഉണ്ട്, ഡയറക്ഷണൽ ആസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കേസിനകത്ത് നോക്കുമ്പോൾ ക്യൂ ഇൻറ്റു 2a എന്താവും? 2a ഇൻറ്റു ക്യൂ എ എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ Q2a, അതുപോലെ തന്നെ ഈ എ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് ഐ ക്യാപ്പ് ഡയറക്ഷനിലാണ്. സോ ഞാനത് 2px by x square plus a square the whole square എന്ന് കിട്ടി. ഓക്കെ, 2px by x square plus a square. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഒന്നുമില്ല, ക്യൂ ഇൻറ്റു 2a എന്ന് പറയുന്നതിന് ഇതിന് ഞാൻ പി എന്ന് വിളിച്ചു, ഇത്രേ ഉള്ളൂ. അതിൻ്റെ പി ഐ ക്യാപ്പ് എന്ന് പറയുന്നത് പി വെക്റ്റർ എന്ന് എഴുതി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എക്സ് ഉണ്ട്, 2 നേരത്തെ ഉള്ളത് ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്താ ഒരു ഇംപ്ലിക്കേഷൻ എഴുതാൻ പോവാണ്. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ അല്ലേ? ഈ എക്സ്, അതായത് ഈ പർട്ടിക്കുലർ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. ഫ്രം ഈ ചാർജിൽ നിന്ന് ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മുടെ എന്തെന്നാ ഉള്ളത്? ആ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് എക്സ് ആണ്. സോ ഈ എക്സ് എന്ന് പറയുന്നത് വെൻ എക്സ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ, അതായത് നമ്മളുടെ ഡൈപോൾ തമ്മിലുള്ള ലെങ്ത്തിനെയും കാട്ടിലും കുറേ കൂടുതലാണ് നമ്മൾ കൺസിഡർ ചെയ്ത ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കേസിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക? ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു കേസിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് 1/4πε0. ഓക്കെ, സോ ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. 2p വെക്റ്റർ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ ആണ്, ഹോൾ സ്ക്വയർ. സോ എക്സ് ടു ദ പവർ 4 എന്ന് വരും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1/4πε0 2p by x cube. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഫോം. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ഞാൻ ഇവിടത്തേക്ക് അത് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി, ഞാൻ 2 ഫോം എഴുതാം. നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോം, അതായത് എക്സ് കൺസിഡർ എ എന്ന് പറയുന്ന സംഭവം എക്സ് എന്ന് പറയുന്നത് ആ 2 കേസസും കൺസിഡർ ചെയ്തിട്ടുള്ള കേസാണ് ഫസ്റ്റ് എഴുതുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയേ? 1/4πε0 എന്തെല്ലാം ഉള്ളത്? 2px by x square plus a square the whole square. ഓക്കെ, ഇതാണ് ജനറൽ കേസ്. ഈ കേസിന് when x is much greater than a, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 എന്താ വരിക? 2p by x cube. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഫോം. ഈ രണ്ടുമാണ് നമ്മുടെ ഫൈനൽ ഫോം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മേ ബി നിങ്ങൾക്ക് ഇതൊന്ന് പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം പോലെ നോക്കാം എന്താ ഞാൻ ചെയ്തതെന്നുള്ളത്. സോ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് ഇതെല്ലാം, ഇത് ജസ്റ്റ് മാത്താണ്, നിങ്ങൾക്ക് അറിയാം. പിന്നെ ഞാനൊരു ഇംപ്ലിക്കേഷൻ ഇവിടെ ഇട്ടു, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് സ്ക്വയർ ആക്കി. സോ ഇത്രയാണ് ഇതിൻ്റെ പ്രൂഫ്, ആക്സിയൽ ലൊക്കേഷൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആക്ച്വലി മേ ബി ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇതിൻ്റെ ഒരു സ്കെയിലർ ഫോമിൽ ചെയ്തതായിരിക്കും. ഇതിനകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടത്തേക്കാണ്. ഓക്കെ, ഈ ഡയറക്ഷനിലാണ്, അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെറ്റ് ഉള്ളത്. അതെന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് എനിക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയത്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്നത് എന്താ? ഈ പി എന്ന് പറയുന്നത് ഇങ്ങോട്ടത്തേക്കാണ് ഡയറക്ഷൻ ഉള്ളത്. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ് കിട്ടിയെന്ന് നോക്കി. അതെന്തുകൊണ്ടാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്നത് ഈ പോയിന്റ് എടുത്തേക്കുന്നത് ഏതിൻ്റെ അടുത്താണ്? പ്ലസ് ക്യൂവിൻ്റെ അടുത്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്ലസ് ക്യൂ നമ്മുടെ ഒരു 1 coulomb ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിപ്പൽ ചെയ്യും, കമ്പാരിറ്റീവ്ലി മോർ ദാൻ ഇവിടുത്തെയുള്ള അട്രാക്ഷനെയും കാട്ടിലും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാം ഈ പ്ലസ് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇ മൈനസ് ക്യൂ. അതെന്തുകൊണ്ടാണ്? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ
ഈ പ്ലസ് ക്യൂവിൻ്റെ കുറഞ്ഞുകൊണ്ടാണ്. ഇത് കൂടുതലാണ് ഈ മൈനസ് ക്യൂവിൻ്റെ കേസിനകത്ത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ആർ പ്ലസ് ക്യൂ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ഞാനിപ്പോൾ ഈ കേസ് ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ആർ എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത് ഇത് രീതി തന്നെ കൺസിഡർ ചെയ്താൽ ഇതാണ് സുഖം കുറച്ചുകൂടെ. ഓക്കെ, ഇത് തന്നെ മതി, ഇത്രയും കേസ് എടുത്താൽ മതി. ഓക്കെ, സോ ഇത്രയും മാത്രം ആലോചിക്കുക. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇതിൽ നിന്ന് ഡൈപോൾ മൊമെൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് Q ടൈംസ് 2a ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടത്തേക്ക് അപ്പോൾ എനിക്കിത് പോസിറ്റീവായിട്ടുള്ള ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് ഡൈപോൾ മൊമെൻറ്റും കിട്ടിയത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. സോ രണ്ട് കാര്യങ്ങളായിരിക്കും ഒബ്ജക്റ്റീവിൽ ഇതിങ്ങനെ ചോദിക്കാം. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിക്കാം. ഇഫ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷണൽ ആസ്പെക്ട് എന്താണെന്നും ചോദിക്കാം. സോ നിങ്ങൾ ഒരിക്കലും പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൂഫിലേക്ക് പോവാം. സോ ഇത്രയും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഫാർ ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ഡയറക്ഷനിലുള്ള പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇക്വറ്റോറിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ ഇക്വറ്റോറിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ മുകളിലുള്ള ഡയറക്ഷനാണ് ഇക്വറ്റോറിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സി അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പോൾ എഗെയിൻ നമ്പർ ലൈൻ നമുക്ക് വരയ്ക്കാം. സോ നമ്പർ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ നമ്പർ ലൈൻ തന്നെ. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഇതിനകത്ത് ആവശ്യമുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നെഗറ്റീവ് ചാർജാണ്, ഇത് നമ്മുടെ പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ദിസ് ഇസ് അറ്റ് പോയിന്റ് A0. ഇതെന്ന് പറയുന്നത് -A0യിലാണ് ഈ പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ പോയിന്റിലാണ് Pയിലാണ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഈ പോയിന്റിലാണ് എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ P എന്ന് പറയുന്നത് എഗെയിൻ ഇതെന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് അകലെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് y ഡിസ്റ്റൻസ് അകലെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ -q ചാർജ്, അപ്പോൾ -q ചാർജ് ഞാനിവിടെ 1 കുളമ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് അറ്റ് പോയിന്റ് Pയിൽ ഞാൻ 1 കുളമ്പ് ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ -q ചാർജ് അതിനെ അട്രാക്ട് ചെയ്യും, അതിൻ്റെ നേർക്ക് വലിക്കും. സോ ഇതായിരിക്കും നടക്കുക, അതിനെ അട്രാക്ട് ചെയ്യും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q ചാർജ്. ഓക്കെ, ഇനി +q ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ റിപ്പൽ ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആ ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും, ഈ ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, അതെന്ന് പറയുന്നത് E+q ആണ്. ഓക്കെ, ഇനി ഞാനിത് ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് താഴത്തേക്ക് വരയ്ക്കാം. 2-3 കാര്യങ്ങളും കൂടെ എക്സ്ട്രാ പറയാനുണ്ട്. ഈ ആംഗിൾ തീറ്റയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആംഗിളും തീറ്റയായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിനകത്ത് ഇത് അങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്യുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും തീറ്റയാണ്. ഓക്കെ, അതായത് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അതും തീറ്റയായിരിക്കും ആംഗിൾ വരിക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ഒരാൾ ഈക്വൽ ഫോഴ്സിൽ ഇങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ ഈക്വൽ ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് എങ്ങോട്ടത്തേക്ക് ഈ ബോക്സ് മൂവ് ചെയ്യുക? നിങ്ങൾ ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, ഈക്വൽ ഫോഴ്സിലാണ് വലിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് മുകളിലേക്കോ താഴത്തേക്കോ പോകത്തില്ല, പകരം അത് ഇങ്ങോട്ടത്തേക്കല്ലേ വരിക. മനസ്സിലായോ? അതേ സെയിം കേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരാൾ ഇങ്ങോട്ടത്തേക്ക് വലിക്കുന്നു, ഒരാൾ അങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്ത് കളയുന്നു. അപ്പോൾ ആ സമയത്ത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടത്തേക്കായിരിക്കും, ഈക്വൽ ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ഡയറക്ഷനിലേക്ക് വൈയിൽ ഒരു കോർഡിനേറ്റും കൂടെ ഉണ്ടാവും. പക്ഷേ ഈ കേസിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ് മാത്രമേ ഇങ്ങോട്ടത്തേക്ക് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു കേസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് നോക്കി നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത് തീറ്റയാണ്. അപ്പോൾ ഈ തീറ്റയാകുന്ന സമയത്ത് ഇതും തീറ്റയാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഫോഴ്സ് എടുക്കാൻ പറ്റും.
ഇപ്പോൾ ഞാൻ ഇത് മൊത്തം ഇങ്ങോട്ടത്തേക്ക് വരയ്ക്കാം. സോ നമുക്ക് ഇങ്ങോട്ടത്തേക്ക് എന്തുണ്ട്, ഈ മൈനസ് ക്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ സബ്റ്റൻഡ് ചെയ്തേക്കുന്നത് ഇങ്ങോട്ട്, ഇതാണ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കാൻ പറ്റും. ഇ മൈനസ് ക്യൂ, അപ്പോൾ ഇതിനെ 2 കോമ്പണൻസ് ആക്കി കഴിഞ്ഞാൽ ഇത് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ എന്ന് വരും. ഇത് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇ മൈനസ് ക്യൂ കോസ് തീറ്റ എന്ന് വരും. ഇനി അതെടുത്ത് നോക്ക്, മുകളിലത്തെ ഈ ഡയറക്ഷനിലല്ലേ ഇ പ്ലസ് ക്യൂ ഉള്ളത്. സോ ഈ ഡയറക്ഷനിലാണ് ഇ പ്ലസ് ക്യൂ ഉള്ളത്. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് ഇ പ്ലസ് ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ അഗൈൻ ഈ ആംഗിൾ ഇസ് തീറ്റ, സെയിം ആംഗിൾ തന്നെയാണ്. സോ ഈ ഡയറക്ഷനിൽ എന്തായിരിക്കും, ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ ആവും. പിന്നെ ഇതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഡയറക്ഷൻ എന്താ, ഈ ഡയറക്ഷൻ എന്തെന്ന മൈനസ് ഐ ക്യാപ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഈ 2 ഫോഴ്സസും മൈനസ് ഐ ക്യാപ് ഡയറക്ഷനിലാണ് ഉള്ളത്. സോ നമുക്കത് എഴുതാൻ പറ്റും. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്, അത് നമുക്ക് ആദ്യം എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്, അത് ഇങ്ങോട്ടത്തേക്കാണ് നെറ്റ് ഫോഴ്സ് വരുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ കോസ് കോമ്പോണൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ മൈനസ് ഐ ക്യാപ്പ് അല്ലേ. സോ ഇത് മൈനസ് ഐ ക്യാപ്പ്, അത് പറഞ്ഞാൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ മൈനസ് ഐ ക്യാപ്പാണ്. ഓക്കെ, ഈ 2 കേസ് ഇട്ടു. ഇനി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം ചെയ്യാനായിട്ട്. ഈ പ്ലസ് ക്യൂ എന്താ, ഈ മൈനസ് ക്യൂ എന്താ, കോസ് തീറ്റ എന്താ, അതെല്ലാം നമുക്ക് ആ ട്രയാങ്കിളിൽ നിന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ മൈനസ് ക്യൂ ഈ മൈനസ് ഐ ഞാൻ ജസ്റ്റ് ഒന്ന് കോമൺ ആക്കി എടുത്തേക്കാം. സോ അതെന്ന് പറയുമ്പോൾ മൈനസ് ഐ ക്യാപ് കോമൺ ആണ്. ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ഫസ്റ്റ് അത് എഴുതാം. ഇ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസാണ് ഇ പ്ലസ് ക്യൂ. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയായിരിക്കും, ഇതല്ലേ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയായിരിക്കും, വൈ എക്സ്, ഇതിനകത്ത് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ടു 1/2. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് നമുക്ക് ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാൻ പറ്റും. അതായത് റൂട്ട് എക്സിനെ എനിക്ക് എക്സ് ടു ദ പവർ 1/2 എന്ന് എഴുതാം. അതുകൊണ്ട് ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, നമ്മുടെ യൂഷ്വൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് ബാക്കിയുള്ള എഴുതാം 1/4πε0. ഈ സൈൻസ് ഒന്നും മറക്കരുത്, നെഗറ്റീവ് ഡയറക്ഷനിലാണ്, എപ്പോഴും ഓർത്തിരിക്കണം. ക്യൂ ബൈ അതെത്രയാണ് വരിക, എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ടു ദ പവർ 1/2. ഓക്കെ, ഇനി എന്താ വേണ്ടത്, കോസ് തീറ്റ, അത് മറന്നു പോരുത്. കോസ് തീറ്റ എന്താ വരിക, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ആണ്. ഇവിടെയും അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അവിടെയും അഡ്ജസൻറ്റ് സൈഡ് എ ആണ്. ഓക്കെ, സോ എ ബൈ എന്താ വരിക, ആ ലെങ്ത്ത്. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് ലെങ്ത് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അത്ര എഴുതുക. ഇതാണ് നമ്മുടെ ടോട്ടൽ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടത്തേക്കുള്ളത് ഡ്യൂ ടു പ്ലസ് ക്യൂ. ഇനി നമുക്ക് മൈനസ് ക്യൂ എഴുതാം. മൈനസ് ക്യൂ എഴുതുന്നതിന് എന്താ ഡിഫറൻസ് ഉള്ളത്, ഇത് ജസ്റ്റ് ഞാൻ നെഗറ്റീവ് സൈൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗം. ബോത്ത് ഈ ഡയറക്ഷനിൽ തന്നെയാണ്. സോ പ്ലസ് 1/4πε0 ക്യൂ ബൈ സെയിം എക്സാക്ട് തിങ് വരും. സോ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ടു ദ പവർ 1/2 ഇൻറ്റു എ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇത്രയും ഞാൻ എഴുതി. ഇത് രണ്ടും ഒരേ ടേംസ് അല്ലേ, അപ്പോൾ 2 ടൈംസ് എഴുതാൻ പറ്റുമല്ലോ. സോ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ ഒരുമിച്ച് എഴുതാൻ പറ്റും. മൈനസ് ഐ ക്യാപ് നമ്മുടെ പുറമേ ഉള്ളത്, പിന്നെ ഉള്ളിലുള്ളത് എന്താണെന്ന് നോക്കാം. 2 ടൈംസ്. സോ 2 ടൈംസ് അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, 1/4πε0 ക്യൂ. ആ 2 എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടത്തേക്ക് എഴുതി, നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് എഴുതിയെന്ന്. ഫ്രം ലാസ്റ്റ് പ്രൂഫ് മേ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ
ഇതിനെയും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, ഇതിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒന്നാക്കി എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ടു ദ പവർ 3/2 എന്ന് എഴുതാൻ പറ്റും. 1/2 + 1, രണ്ട് എക്സ്പോണൻസ് ആണ്. 1/2, ഇതിൻ്റെ എക്സ്പോണൻറ്റ് 1 ആണ്. സോ ഇത് 3/2 എന്ന് വരും. ഓക്കെ, സോ ഇത്രയും എഴുതുക. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ ഐ ക്യാപ്പ് ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഞാൻ ഈ ഐ ക്യാപ്പ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ Q × 2A എന്താ, നമ്മുടെ P ആണ്, ഡൈപോൾ മൊമെൻ്റ് ആണ്. ഓക്കെ, സോ ഇതിന് ഞാൻ നെഗറ്റീവ് സൈൻ എല്ലാം പ്രോപ്പറായി എഴുതി. അതിനെ 1/4πε0 നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്തു. P I cap ബൈ എ സ്ക്വയർ. പിന്നെ എന്തെങ്കിലും ടേംസ് ഇതിൽ മിസ്സിംഗ് ആണോ നോക്കിയേ, ഏതെങ്കിലും ടേംസിനകത്ത് മിസ്സിംഗ് ആണോ? Q × A ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ടു ദ പവർ 3/2 എന്ന് കിട്ടി. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. ഇതാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ടേംസ് ഒന്നും മിസ്സിംഗ് അല്ലല്ലോ, നിങ്ങൾ നോക്കി നോക്കുക. ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഇത് അതേപോലെ തന്നെ എഴുതി, താഴത്തേക്ക് എഴുതി. ഇതിന് ഞാൻ Q × 2A എന്ന് പറഞ്ഞാൽ P എന്ന് എഴുതി. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ യൂഷ്വൽ ആ ഒരു അപ്രോക്സിമേഷൻ. വെൻ എക്സ് ഇസ്, ഇതിനകത്ത് y ആണ്. വെൻ y ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ a, y വളരെ കൂടുതലാണ്. അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് y ഇത് കുറേ മേളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ y സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈ ടേം, അത് y മച്ച് ഗ്രേറ്റർ ദാൻ a ആയതുകൊണ്ട് തന്നെ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താവും? വൈ സ്ക്വയർ ആവും. അപ്പോൾ ഇതിവിടെ വൈ സ്ക്വയർ ആവും. സോ നമുക്ക് എഴുതാം ഈ പി എന്ന് പറയുന്നത് -1/4πε0 പി ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പി വെക്ടർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ ഇതെന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എ പോയി, ഇത് വൈ സ്ക്വയർ ആയി. വൈ സ്ക്വയർ ഹോൾ ടു ദ പവർ, സോ വൈ സ്ക്വയർ ഹോൾ ടു ദ പവർ 3/2 എന്ന് കിട്ടി. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -1/4πε0 പി വെക്ടർ ബൈ വൈ ക്യൂബ് എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫോം, അതായത് ഈ പർട്ടിക്കുലർ ഫോം 1/4πp/y³ എന്ന് പറയാൻ പറ്റും. സോ കമ്പയർ ടു, ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇക്വേഷൻ നേരത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസിനകത്ത് നോക്കിയാൽ ഇത് 2p/x³ ആണ്, ഇത് p/y³ ആണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ സ്വിച്ച് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ സ്കെയിലർ മാത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് 2 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ ലൊക്കേഷൻ. ഓക്കെ, ഇങ്ങനെയും ഇതിൻ്റെ സ്കെയിലർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഡയറക്ഷൻ മാറ്റമുണ്ട്. ഡയറക്ഷൻ ഇതിൻ്റെ കേസിനകത്ത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇവിടെ വന്നത്. ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു, അത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. സോ ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ രണ്ട് പ്രൂഫാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നോക്കുക ഫ്രം ബിഗിനിങ്. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ പ്രൂഫും പിന്നെ ഈ പ്രൂഫും ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ സീ യു ഗൈസ്, ബൈ.